ഹലോ സ്റ്റുഡൻസ്, അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ SSLC എല്ലാം കഴിഞ്ഞു, നല്ല റിസൾട്ടൊക്കെ ആയി നമ്മൾ കൊമേഴ്സിലേക്ക് വരാൻ പോവുകയാണ്. നമുക്കറിയാം SSLC പഠിക്കുന്ന സമയത്ത്, അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ 2 മീഡിയത്തിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ +1 ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിനാണ്, നമ്മുടെ നോട്ടുകളൊക്കെ എഴുതാൻ പോകുന്നത് ഇംഗ്ലീഷിനാണ്. ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നു, ഇംഗ്ലീഷിൽ നമ്മൾ ഉത്തരം പറയുന്നു, നല്ല തിയറി പേപ്പേഴ്സ് കോമേഴ്സിൽ ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്, പ്രോബ്ലം പേപ്പേഴ്സ് നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് പഠിക്കുന്നത്, എല്ലാം ഇംഗ്ലീഷിലേക്ക് മാറുകയാണ്. അപ്പം ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് അതിൽ കിട്ടാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു മലയാളം മീഡിയം പഠിച്ചു വരുന്ന കുട്ടിക്ക് തീർച്ചയായും +1 കോമേഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് മുതൽ ഇരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതായത് ഇതുവരെ അയാൾ മലയാളത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അതായത് 8, 9, 10 ക്ലാസ്സിലൊക്കെ മലയാളത്തിലെ ടെക്സ്റ്റ് ബുക്കുകൾ, മലയാളത്തിലെ നോട്ട്ബുക്കുകൾ, മലയാളത്തിലെ ആൻസർ പറഞ്ഞു കൊടുക്കുന്ന രീതി, മലയാളത്തിലെ ആൻസർ എഴുതുന്ന രീതി, അതായത് നല്ല കാര്യമാണ് നമ്മുടെ ലാംഗ്വേജിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ +1ലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായും അയാൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണം. മലയാളത്തിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സ്കൂളുകൾ അത് ഇംഗ്ലീഷ് തന്നെയാണ് ചെയ്ത് ശീലിപ്പിക്കാറ്, നമ്മൾ പരീക്ഷ എഴുതാറ്. അതുകൊണ്ട് +1 കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് കുട്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് തരാൻ പോകുന്ന നോട്ട്സുകൾ ഇംഗ്ലീഷ് ആയിരിക്കും. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് മേ ബി ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി മിക്സ് ചെയ്ത് ക്ലാസ് എടുക്കുന്നവരുണ്ട്, ഇംഗ്ലീഷിൽ മാത്രം ക്ലാസ് എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പക്ക ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ തീർച്ചയായും നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്, അതിനെ റിക്കവർ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആദ്യമായിട്ട് ആ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ മിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പാനിക് ആവാതെ, അതായത് നമുക്ക് കിട്ടുന്ന സബ്ജക്ട് ഇംഗ്ലീഷ് കിട്ടുമ്പോൾ പാനിക് ആവാതെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1 മന്ത് വരെ ഈ ഒരു മൈഗ്രേഷൻ പീരീഡ് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഒരു 1 മന്തിനുള്ളിൽ മാത്രമേ നമ്മളിത് കവർ ചെയ്തെടുക്കുകയുള്ളൂ. കാരണം പുതിയ സബ്ജക്റ്റുകൾ പഠിക്കേണ്ട, അത് മലയാളം മീഡിയയിലും ഇംഗ്ലീഷ് മീഡിയയിലും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് എല്ലാം പുതിയതാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഓപ്ഷൻ പേപ്പർ ഒഴികെ നിങ്ങൾ പഠിക്കുന്നതെല്ലാം പുതിയ സബ്ജക്റ്റ്. അപ്പം മീഡിയം മാത്രമേ ജസ്റ്റ് മാറുന്നുള്ളൂ. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്ന കുട്ടികൾക്കും മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികൾ ഒരേപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു 1 മന്ത് ക്ലാസ് തുടങ്ങിയിട്ടുള്ള ഒരു 1 മന്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈഗ്രേഷൻ പീരീഡ് ആണ്. ആ സമയത്ത് ഫുൾ കോൺഫിഡൻസോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങണം, ഇംഗ്ലീഷിൽ വായിച്ച് തുടങ്ങണം, ഇംഗ്ലീഷിൽ ആൻസർ പറഞ്ഞു തുടങ്ങണം. അതിന്റെ മുഴുവൻ സപ്പോർട്ടും ടീച്ചർ തന്നിരിക്കും. കാരണം നമുക്കൊരു സബ്ജക്റ്റിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് തീർച്ചയായും ഇംഗ്ലീഷിലും പറയും, അത് മലയാളത്തിൽ നല്ലപോലെ എക്സ്പ്ലനേഷൻ ചെയ്തു തരും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നോട്ട്സ് തരുന്ന രീതിയാണ്. ചില സ്കൂളുകൾ പ്രിന്റഡ് നോട്ട്സ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രൊജക്ടറിൽ കാണിച്ച് അത് നോക്കി എഴുതാൻ പറയാറുണ്ട്. പക്ഷേ മിക്ക സ്കൂളുകളിലും നോട്ട്സ് വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ആ വായിച്ചു കൊടുക്കുന്ന ഇംഗ്ലീഷിൽ വായിച്ചു തരുന്ന നോട്ട്സ് ക്ലാസ് റൂമിൽ വെച്ച് എഴുതിയിരിക്കണം. അപ്പോൾ പലപ്പോഴൊക്കെ ചില ടേമുകളൊക്കെ വരുന്ന സമയത്ത് കൺഫ്യൂഷനൊക്കെ വരാം, ചില സ്പെല്ലിങ്ങൾ കൺഫ്യൂഷൻ വരാം. നിങ്ങൾ ധൈര്യമായിട്ട് അത് ഏത് സബ്ജക്റ്റ് ആണോ ഏത് ടീച്ചറാണോ എടുക്കുന്നത് ആ ടീച്ചറോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അത് നിങ്ങൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട. കാരണം അപ്പുറം ഇംഗ്ലീഷ് മീഡിയംകാരൻ സ്പീഡിൽ എഴുതുന്നുണ്ട്, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു കുറവ് നിങ്ങൾ വിചാരിക്കുന്നത് അതിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം. കാരണം പുതിയ ടേമുകളാണ്. ആ പുതിയ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ടേം, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ടേം, അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ടേം പുതിയ ടേമുകളാണ്. തീർച്ചയായും അതിന്റെ ധൈര്യമായിട്ട് അത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള സ്പെല്ലിംഗുകളെ ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ അത് ബൈഹാർട്ട് പഠിക്കരുത്. അതായത് ഇംഗ്ലീഷിൽ എന്ത് നോട്ട്സ് ആണോ നിങ്ങൾ എഴുതിയത് അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാനേ പാടില്ല. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് അതിന്റെ കണ്ടന്റ് എന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ കണ്ടന്റ് നമ്മുടെ ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റുക. അവിടെ ഗ്രാമർ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അക്കൗണ്ടൻസ് പോലുള്ള അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡി പോലുള്ള എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ബൈഹാർട്ട് പഠിച്ചത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറ്റാൻ പാടില്ല. ഇങ്ങനെ ആദ്യത്തെ ഒരു 1 മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മൈഗ്രേഷൻ പീരീഡ് ആയിരിക്കും. ആ പീരീഡ് കഴിയുമ്പോഴേക്കും അവിടെ നിങ്ങൾ പാനിക്കാവാതെ ആ പീരീഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളും മലയാളം മീഡിയത്തിലെ കുട്ടികളൊക്കെ എല്ലാവരും ഒരേപോലെ ഒരേ റൂട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഏത് മീഡിയത്തിൽ വന്ന കുട്ടികളാണെങ്കിൽ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ആയാലും മലയാളം ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് കൊമേഴ്സിലേക്ക് വന്നോളൂ. അവിടെ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഒരു 1 മന്ത് കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുകയും ചെയ്യും. പേടിക്കേണ്ട, നിങ്ങൾക്ക് ഓണം എക്സാമിനേഷൻ ഇല്ല. അതുകൊണ്ട് കുറച്ചുകൂടി സമയമുണ്ട്. ക്ലാസ് ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാൻ പറ്റും.